ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? അപ്പാപ്പൊക്കെ കഴിച്ചോ? തത്തമ്മേ പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച. ഇത് നമ്മുടെ ചിന്നു തത്തമ്മയല്ലയോ? ചിന്നു തത്ത എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടോ? ആ, തത്തമ്മേ പൂച്ച പൂച്ച. ചിന്നു തത്ത എന്താ പറഞ്ഞത്? തത്തമ്മേ പൂച്ച പൂച്ച. എന്റെ കൂടെ പറഞ്ഞ എല്ലാവരും, ചിന്നു തത്ത എന്താ പറഞ്ഞത്? തത്തമ്മേ പൂച്ച പൂച്ച. ഹൈ ഫൈവ്. തത്തകൾക്ക് നമ്മൾ പറയുന്നതെല്ലാം കേട്ടിട്ട് തിരിച്ചു പറയാനുള്ള കഴിവുണ്ട്. ദാ ചിന്നു തത്ത പറഞ്ഞ് കേട്ടില്ലേ നിങ്ങള്? തത്തമ്മേ പൂച്ച പൂച്ച. തത്തയുടെ നിറം എന്താണ്? ആ, പച്ച. തത്തയുടെ നിറം എന്താണ്? പച്ച. തത്തയുടെ കളർ ഗ്രീൻ കളറാണ്. എന്ത് കളറാണ്? ഗ്രീൻ കളർ. ഗ്രീൻ. ദാ നോക്കിക്കേ, തത്ത അതിന്റെ വളഞ്ഞു കൂർത്ത ചുണ്ടുകൾ കൊണ്ട് അരിമണികൾ കൊത്തി കൊത്തി തിന്നുന്നത് കണ്ടോ? എങ്ങനെയാ തത്ത അരിമണികൾ തിന്നുന്നത്? കൊത്തി കൊത്തി കൊത്തി. കണ്ടില്ലേ, ആ തത്തമ്മയ്ക്ക് ചുവന്ന ചുണ്ടുകളാണല്ലോ. ചുവപ്പ് ചുവപ്പ്, റെഡ് കളർ. തത്തമ്മയുടെ ചുണ്ടിന്റെ കളർ എന്താണ്? റെഡ് റെഡ്. വീടിന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ആകാശത്തും മരങ്ങളിലും ചെടികളിലുമൊക്കെ പക്ഷികളെ കണ്ടിട്ടുണ്ടോ? ബേർഡ്സ്, പറന്ന് പറന്ന് പറന്നു പോകുന്ന പക്ഷികൾ. ആ, ഇന്ന് നമുക്ക് കുറച്ച് പക്ഷികളെയൊക്കെ കണ്ടാലോ? കുറച്ച് ബേർഡ്സിനെ കണ്ടാലോ? റെഡി ഗോ. ശബ്ദം കേട്ടോ നിങ്ങള്? ഇതാരെ ഈ ശബ്ദം ഉണ്ടാക്കുന്നേ നിങ്ങൾക്ക് അറിയാമോ? ആ, കാക്ക കാക്ക. ദേ നോക്കിക്കേ, ഇതാണ് കാക്ക. ക്രോ. എല്ലാരും പറഞ്ഞേ ക്രോ. കാക്ക. നോക്കിക്കേ, കാക്കയെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള പക്ഷിയാണ് കാക്ക. കാക്കയുടെ ശബ്ദം എങ്ങനെയാ? കാ കാ. കാക്കയുടെ ശബ്ദം എങ്ങനെയാ? കാ കാ. എല്ലാരും കാക്കയുടെ ശബ്ദം എന്റെ കൂടെ കാണിച്ച്. കാ കാ. നമുക്ക് ഒരുമിച്ച് കാക്കയുടെ ശബ്ദം ഒന്നും കൂടെ കാണിക്കാം. കാ കാ. ദേ നോക്കിക്കേ, ഈ കാക്കയുടെ നിറം എന്താ? കറുപ്പ് കറുപ്പ്. നോക്കിക്കേ, കാക്കയുടെ കളർ എന്താ? ബ്ലാക്ക് ബ്ലാക്ക്. കണ്ടോ കാക്ക എങ്ങനെയാ കരയുന്നത്? കാ കാ കാ. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല നെയ്യപ്പം. അയ്യോ കാക്കേ പറ്റിച്ചോ. ഇനി നമുക്ക് ഒന്നിച്ചു പാടിയാലോ? കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല നെയ്യപ്പം. അയ്യോ കാക്കേ പറ്റിച്ചോ. ലോകത്തിലെ ഏറ്റവും ചെറിയ ബേർഡ് ഏതാണ്? ആ, ഹമ്മിങ് ബേർഡ്. ദാ നോക്കി, ഒരു ഹമ്മിങ് ബേർഡ് പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് കണ്ടോ?
ആ അതിന്റെ കൂർത്ത ചുണ്ടുകൾ പൂവിനുള്ളിലേക്കിട്ട് തേൻ കുടിക്കും. ഊറി ഊറി തേൻ കുടിക്കും. ടടാ! ഇതെന്താണ്? ആ ഇതൊരു പൂവാണല്ലോ. ഹായ്, ഇതൊരു പൂവാണല്ലോ. ഹായ്, നമുക്ക് ഹമ്മിങ് ബേർഡ് തേൻ കുടിക്കുന്ന പോലെ തേൻ കുടിച്ചാലോ? എങ്ങനെയാ ഹമ്മിങ് ബേർഡ് തേൻ കുടിക്കുന്നത്? കൂർത്ത ചുണ്ടുകൾ പൂവിനുള്ളിലേക്കിട്ട് എല്ലാരും കാണിച്ചേ എന്റെ കൂടെ. കൂർത്ത ചുണ്ടുകൾ പൂവിനുള്ളിലേക്കിട്ട്. നല്ല രുചിയുണ്ട്. സാധാരണ ബേർഡ്സ് മുന്നോട്ടാണ് പറക്കാറ്. പക്ഷേ നമ്മുടെ ഹമ്മിങ് ബേർഡ്സിന് മുന്നോട്ടും പറക്കാൻ പറ്റും, പുറകോട്ടും പറക്കാൻ പറ്റും. മുന്നോട്ടും പറക്കാൻ പറ്റും, പുറകോട്ടും പറക്കാൻ പറ്റും. വാ എന്റെ കൂടെ കാണിച്ചേ. മുന്നോട്ട്, പുറകോട്ട്, മുന്നോട്ട്, പുറകോട്ട്. വാ കുരുവി വരു കുരുവി, വാഴക്കൈ മേലിരു കുരുവി. ചകിരി തരാം, നാരു തരാം, കൂടുണ്ടാക്കാൻ കൂടെ വരാം. വെയിലല്ലേ ചൂടല്ലേ, തണലിലിരിക്കുക സുഖമല്ലേ. നീ വെറുതെ പോകരുതേ, നിഴൽ കിട്ടാതെ വലയരുതേ. ദാ ഈ കുരുവികളെ കണ്ടോ നിങ്ങൾ? അവര് വെള്ളത്തിൽ കുളിക്കുവാണോ അതോ കളിക്കുവാണോ? ബേർഡ്സ് എങ്ങനെയാണ് പറക്കുക? ചിറകുകൾ വെച്ചിട്ട്. എത്ര ചിറകുകളുണ്ട് ബേർഡ്സിന്? 1 2 1 2. ഈ 2 ചിറകുകൾ വിടർത്തി ഇങ്ങനെ പറന്ന് 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 പോകും. എങ്ങനെയാ? 2 ചിറകുകൾ വിടർത്തി പറന്ന് 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 പോകും. എന്റെ ഇവിടെ കാണിച്ച എല്ലാവരും ബേർഡ്സ് എങ്ങനെയാ പറക്കുന്നത്? 2 ചിറകുകൾ വിടർത്തി പറന്ന് 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 പോകും. നിങ്ങൾ എല്ലാരും നന്നായിട്ട് ചെയ്തു. സൂപ്പർ! ഹൈ ഫൈവ്! ഓ വാ, ദേ നോക്കിക്കേ, എന്ത് ഭംഗിയുള്ള പക്ഷിയല്ലേ. വാവ്, എന്ത് ഭംഗിയായി ബേർഡിനെ കാണാൻ. നിങ്ങൾക്കറിയാവോ ഈ ബേർഡ് ആരാന്ന്? ഇതാണ് പീകോക്ക്. പീകോക്ക്, മയിൽ. മയിൽ. ദേ നോക്കിക്കേ, എന്ത് ഭംഗിയല്ലേ പീകോക്കിനെ കാണാൻ. ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് പീകോക്ക്. പീകോക്കിന്റെ നിറം എന്താ? നീല. പറഞ്ഞേ, എന്റെ കൂടെ പറഞ്ഞേ. നീല. പീകോക്കിന്റെ കളർ എന്താ? ബ്ലൂ. ബ്ലൂ. പീകോക്കിന് അധികം ദൂരം പറക്കാൻ പറ്റൂല. പീകോക്ക് ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദാ ഇങ്ങനെ പീകോക്ക് ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പീകോക്ക് എങ്ങനെയാ ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ലാ 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 ലാ. പീകോക്ക് എങ്ങനെയാ ഡാൻസ് കളിക്കുന്നത്? ലാ 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 ലാ. പീകോക്ക് ഡാൻസ് കളിക്കുന്നത് നമുക്ക് ഒരുമിച്ച് കാണിച്ചാലോ? ലാ 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 ലാ. പീകോക്ക് ഡാൻസ് കളിക്കുന്ന കാണാൻ നല്ല രസമാ. ദേ ഇത് കണ്ടോ? ഇത് പീകോക്കിന്റെ ഫെദറാ, മയിൽപീലി. മയിൽപീലി കണ്ടിട്ടുണ്ടോ നിങ്ങള്? മയിൽപീലിയുടെ നിറം കണ്ടോ നിങ്ങള്? മയിൽപീലിയുടെ നിറം എന്താ? നീലയും പച്ചയും. മയിൽപീലിയുടെ നിറം എന്താ? നീലയും പച്ചയും. മയിൽപീലിയുടെ കളർ എന്തൊക്കെയാ? ഗ്രീൻ ആൻഡ് ബ്ലൂ. മയിൽപീലിയുടെ കളർ എന്തൊക്കെയാ? ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇതൊരു മൈനയാണല്ലോ. മൈനകൾക്ക്
നമ്മൾ പറയുന്നതെല്ലാം കേട്ടിട്ട് തിരിച്ചു പറയാനുള്ള കഴിവുണ്ട്. മൈനകളുടെ തൂവല് കണ്ടോ നിങ്ങൾ? ആ, തവിട്ട് നിറമാണല്ലോ. മൈനയുടെ തൂവലിന് തവിട്ട് നിറമാണ്. ബ്രൗൺ കളർ, ബ്രൗൺ കളർ. മൈനയുടെ തൂവലിന്റെ കളർ എന്താണ്? ബ്രൗൺ, ബ്രൗൺ. ഹാ, അതിന്റെ ചുണ്ട് കണ്ടോ? നല്ല മഞ്ഞ നിറമുള്ള ചുണ്ടാണ് മൈനയ്ക്കുള്ളത്. മഞ്ഞ, മഞ്ഞ നിറമുള്ള ചുണ്ടാണ് മൈനയ്ക്കുള്ളത്. മൈനയുടെ ചുണ്ടിന്റെ കളർ എന്താണ്? യെല്ലോ, യെല്ലോ കളർ. ടിക് ടോക്, ടിക് ടോക്, I'm a little cuckoo clock. Tick tock, tick tock. Now I'm striking 1 o'clock. Cuckoo. Tick tock, tick tock. I'm a little cuckoo clock. Tick tock, tick tock. Now I'm striking 2 o'clock. Cuckoo. Cuckoo. Tick tock, tick tock. I'm a little cuckoo clock. Tick tock, tick tock. Now I'm striking 3 o'clock. Cuckoo, cuckoo, cuckoo. Tick tock, tick tock. I'm a little cuckoo clock. Tick tock, tick tock. Now I'm striking 4 o'clock. Cuckoo, 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 cuckoo. Tick tock, tick tock. I'm a little cuckoo clock. Tick tock, tick tock. Now I'm striking 5 o'clock. Cuckoo, cuckoo, cuckoo. ദേ ഇതാരായി മരത്തിൽ കൊത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാവോ ഇതാരാന്ന്? ഇതാണ് മരം കൊത്തി, മരം കൊത്തി. ഇതാരാ ഇത്? വുഡ് പെക്കർ, വുഡ് പെക്കർ. ഇത് നോക്കിക്കേ, മരം കൊത്തി മരത്തിൽ കൊത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടോ? മരം കൊത്തിക്ക് നല്ല നീളമുള്ള മൂർച്ചയുള്ള ചുണ്ടുണ്ട്. അത് വെച്ച് മരം കൊത്തി ഇങ്ങനെ മരത്തിൽ കൊത്തിക്കൊണ്ടിരിക്കും. മരം കൊത്തി എങ്ങനെയാ മരത്തിൽ കൊത്തുന്നത്? ചക് 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 ചക്. മരം കൊത്തി എങ്ങനെയാ മരത്തിൽ കൊത്തുന്നത്? ചക് 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 ചക്. മരം കൊത്തി എങ്ങനെയാ കൊത്തുന്നത് നമുക്ക് ഒരുമിച്ച് കാണിച്ചാലോ? ചക് 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 ചക്. മരം കൊത്തി എങ്ങനെയാ കൊത്തുന്നത്? ചക് 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 ചക്. മരം കൊത്തിക്ക് നല്ല നീളമുള്ള നാക്കുണ്ട്. നിങ്ങളുടെ നാക്ക് എവിടെയാ? ദാ. നിങ്ങളുടെ നാക്ക് എവിടെയാ? ദാ. നിങ്ങളുടെ നാക്ക് കാണിച്ചേ. ദാ. കൊത്തി 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 മരം കൊത്തി, കൊത്തി 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 തടി കൊത്തി, കൊത്തി 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 മരം കൊത്തി, കൊത്തി 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 തടി കൊത്തി. പറക്കാം പറക്കാം ചിറക് വിടർത്തി പറക്കാം, ഉയരാം ഉയരാം വാനം നോക്കി ഉയരാം. കൊത്തി കൊത്തി തിന്നിടാം, അരിമണി കൊത്തി തിന്നിടാം. കൊത്തി കൊത്തി തിന്നിടാം, അരിമണി കൊത്തി തിന്നിടാം. ദേ ഇതാരാന്നറിയാവോ നിങ്ങക്ക്? ഇതാണ് മൂങ്ങ, മൂങ്ങ. ഔൾ. കണ്ടോ നിങ്ങൾ? ഇതാരാ ഇത്? ഔൾ, ഔൾ. നിങ്ങൾ ഔളിനെ കണ്ടിട്ടുണ്ടോ? മൂങ്ങകള് പകല് മൊത്തം വിശ്രമിക്കും. രാത്രിയാകുമ്പോ മൂങ്ങകളെല്ലാം വെളിയിൽ വരും. എങ്ങനെയാ മൂങ്ങകള് വിശ്രമിക്കുന്നത്? പകല് മുഴുവൻ വിശ്രമിക്കും. രാത്രിയാകുമ്പോൾ മൂങ്ങകൾ വെളിയിൽ വരും. നിങ്ങൾ മൂങ്ങകളുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ? നോക്കിക്ക്,
നല്ല വലിയ കണ്ണുകളല്ലേ മൂങ്ങകൾക്ക്? നോക്കിക്കേ, നല്ല വലിയ കണ്ണുകളാണല്ലോ മൂങ്ങകൾക്ക്. നിങ്ങളുടെ കണ്ണ് എവിടെയാ? ദാണ്ടേ. നിങ്ങളുടെ കണ്ണ് എവിടെയാ? കാണിച്ചേ. ദാണ്ടേ. നിങ്ങളുടെ ഐസ് എവിടെയാ? ദാണ്ടേ. നിങ്ങളുടെ ഐസ് എവിടെയാ? ദാണ്ടേ. ദേ നോക്കിക്കേ, ഇതാരൊക്കെയാ ഈ മരത്തിലിരിക്കുന്നത്? നോക്കിക്കേ, ഒരു പപ്പ ഔളുണ്ട്, ഒരു മമ്മി ഔളുണ്ട്, പിന്നെ ഒരു ബേബി ഔളും ഉണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ കാണാൻ? ആരൊക്കെയാ ഉള്ളതെന്ന് നോക്കിക്കേ. ഒരു പപ്പ ഔളുണ്ട്, ഒരു മമ്മി ഔളുണ്ട്, ഒരു ബേബി ഔളുണ്ട്. ഔളിന്റെ ശബ്ദം എന്താന്ന് നിങ്ങൾക്കറിയാമോ? ഊട്ട് ഊട്ട്. ഔളിന്റെ ശബ്ദം എങ്ങനെയാ? ഊട്ട് ഊട്ട്. ഔൾ എങ്ങനെയാ ശബ്ദം ഉണ്ടാക്കുന്നത്? എന്റെ കൂടെ കാണിച്ച്. ഊട്ട് ഊട്ട്. സൂപ്പർ. ദാ ഇതാണ് ലവ് ബേർഡ്സ്. ലവ് ബേർഡ്സ് പല നിറങ്ങളിലുണ്ട്. നോക്കിക്കേ, എത്ര നിറങ്ങളിലാണ് ലവ് ബേർഡ്സ് ഉള്ളത്. ലവ് ബേർഡ്സിനെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട്. ലവ് ബേർഡ്സ് എന്ത് ചെറുതാണല്ലേ. ലവ് ബേർഡ്സ് ചെറുതാണ്. ലവ് ബേർഡ്സ് ചെറുതാണ്, സ്മോൾ. ദേ ഈ പക്ഷിയെ കണ്ടോ നിങ്ങള്? ഇതേതാ പക്ഷി? ആ, ഇതൊരു വെള്ളരിക്കൊക്കാണ്. കൊക്ക് കൊക്ക്. ഇതാണ് കൊക്ക്. ക്രെയിൻ ക്രെയിൻ. നിങ്ങൾ കൊക്കിനെ കണ്ടിട്ടുണ്ടോ? കൊക്കിന്റെ നിറം എന്താ? വെള്ള വെള്ള. കൊക്കിന്റെ നിറം എന്താ? വെള്ള. കൊക്കിന്റെ കഴുത്ത് കണ്ടോ നിങ്ങള്? എന്ത് നീളമുള്ള കഴുത്താ അല്ലേ? നമ്മുടെ കഴുത്ത് എവിടെയാ? ദാണ്ട്. നെക്ക്. നമ്മുടെ നെക്ക് എവിടെയാ? ദാണ്ട്. നെക്ക്. നമ്മുടെ നെക്ക് എവിടെയാ? ദാണ്ട്. നെക്ക്. കൊക്കിന് നല്ല നീളമുള്ള കാലുകളും ഉണ്ടല്ലോ. നീളമുള്ള പറക്കാൻ പറ്റുന്ന പക്ഷിയാണ് കൊക്ക്. Jumping on the branch, one fell down and banged his head. Mama called the doctor and doctor said, "Hello, no more birds jumping on the branch. 4 little birds jumping on the branch. One fell down and bumped his head. Mama called the doctor and doctor said, "Hello, no more birds jumping on the branch. 3 little birds jumping on the branch. One fell down and bumped his head. Mama called the doctor and doctor said, "Hello, no more birds jumping on the branch. 2 little birds jumping on the branch. One fell down and bumped his head. Mama called the doctor and doctor said, "Hello, no more birds jumping on the branch. 1 little bird jumping on the branch. He fell down and bumped his head. Mama called the doctor and doctor said, "Hello, no more birds jumping on the branch." ഇതാരായി വെള്ളം കുടിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതേത് ബേർഡായി വെള്ളം കുടിക്കുന്നത്? ഈ ബേർഡ് നല്ല വലുതാണല്ലോ. ഇതാണ് ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി. നിങ്ങൾ ഓസ്ട്രിച്ചിനെ കണ്ടോ?
ഓസ്ട്രിച്ചിനെ കണ്ടോ നിങ്ങൾ? എത്ര വലുതാ അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച് നല്ല നീളമുള്ള കഴുത്തുണ്ട്, നല്ല നീളമുള്ള കാലുകളൊക്കെ ഉണ്ടല്ലേ? കണ്ടോ നിങ്ങൾ ഓസ്ട്രിച്ചിനെ? നല്ല ഭംഗിയുണ്ടല്ലേ ഓസ്ട്രിച്ചിനെ കാണാൻ? ഓസ്ട്രിച്ചിന് അധികം ദൂരം ഒന്നും പറക്കാൻ പറ്റൂല, പക്ഷേ ഓസ്ട്രിച്ചിന് വേഗത്തിൽ ഓടാൻ പറ്റും. പക്ഷികളിൽ ഏറ്റവും വേഗത്തിൽ ഓടാൻ പറ്റുന്നത് ഓസ്ട്രിച്ചിനാ. ഓസ്ട്രിച്ച് എങ്ങനെയാ ഓടുന്നത്? കുടു 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 കുടാന്നും പറഞ്ഞു ഓടും. ഓസ്ട്രിച്ച് എങ്ങനെയാ ഓടുന്നത്? കുടു 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 കുടാന്നും പറഞ്ഞു ഓടും. ഓസ്ട്രിച്ച് ഓടുന്നത് നമുക്ക് ഒരുമിച്ച് കാണിച്ചാലോ? കുടു 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 കുടാന്നും പറഞ്ഞു ഓസ്ട്രിച്ച് ഓടുന്നത്. നല്ല രസമല്ലേ ഓസ്ട്രിച്ച് ഓടുന്നത് കാണാൻ? ദേ നോക്കിക്കേ, നിങ്ങൾ ഓസ്ട്രിച്ചിനെ കണ്ടോ? ഓസ്ട്രിച്ചിന്റെ നിറം എന്താ? കറുപ്പും വെള്ളയും. ഓസ്ട്രിച്ചിന്റെ നിറം എന്താ? കറുപ്പും വെള്ളയും. ഓസ്ട്രിച്ചിന്റെ കളർ എന്താ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓസ്ട്രിച്ചിന്റെ കളർ എന്താ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കരയിൽ ജീവിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ണുകളുള്ളത് ഓസ്ട്രിച്ചിനാ. നിങ്ങളുടെ കണ്ണുകൾ എവിടെയാ? ദാണ്ടേ. നിങ്ങളുടെ കണ്ണുകൾ എവിടെയാ? ദാണ്ടേ. ദേ ഇത് കണ്ടോ നിങ്ങള്? ഇതാണ് ഓസ്ട്രിച്ചിന്റെ മുട്ട. എത്ര വലുതാ അല്ലേ? ഓസ്ട്രിച്ച് എഗ്. ഇതെന്താ ഇത്? ഇതാണ് ഓസ്ട്രിച്ച് എഗ്. ഇത് കണ്ടോ നിങ്ങള്? ബേർഡ്സില് ഏറ്റവും വലിപ്പമുള്ള മുട്ട ഓസ്ട്രിച്ചിന്റെ ആണ്. ഇത് കണ്ടോ കൂട്ടുകാരെ? ഇതൊരു ബേർഡിന്റെ പസിലാണെന്ന് തോന്നുന്നു. പസിൽ കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് ഇതിനുള്ളിൽ ഏത് ബേർഡ് ആണെന്ന് നോക്കിയാലോ? നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോ? എന്റെ കയ്യിൽ ഒരു ബ്ലൂ ബ്ലോക്ക് ഉണ്ട്. ഇത് പക്ഷിയുടെ കാലുകളാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ ബ്ലോക്ക് ഇവിടെ വെച്ച് നോക്കിയാലോ? ഇത് ഈ ബേർഡിന്റെ ബോഡി ആണെന്നാ തോന്നുന്നത്. ഇത് കണ്ടില്ലേ? ഇത് ചിറക് പോലെയുണ്ടല്ലേ? ചിറകാണെന്ന് തോന്നുന്നു. ഇവിടെ വെച്ച് നോക്കിയാലോ? ദേ ഇത് കണ്ടോ? ഇത് വേറൊരു ചിറകാണെന്ന് തോന്നുന്നല്ലോ. ഇത് ഞാൻ എവിടെയാ വെക്കുക? നിങ്ങൾക്ക് പറയാമോ ഇത് എവിടെ വെക്കണമെന്ന്? ഇവിടെയോ? ഓ ഓ ഓ ഓ, അത് സെറ്റ് ആവുന്നില്ലല്ലോ. ഇവിടെ വെച്ച് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഒരു ചിറകുണ്ട്. അപ്പോൾ അടുത്ത ചിറക് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ? നമുക്ക് വെച്ച് നോക്കാം. ചിറക് ഞാൻ വെച്ചു. ഇനി ഇതാ എന്റെ കയ്യില് 2 കണ്ണുകളുണ്ട്. കണ്ണുകൾ ഞാൻ എവിടെ വെക്കും? ഇവിടെ വെച്ചാലോ? ഓ ഓ ഓ ഓ, അത് പോവുകയാണല്ലോ. നോക്കിക്കേ, ഇത് ഇവിടെ വെച്ചു. ഈ കണ്ണ് ഞാൻ എവിടെ വെക്കണം? ഇവിടെയോ? ഇവിടെ വെക്കട്ടെ. കണ്ണ് ഞാൻ വെച്ചു. ഓക്കേ, ഇത് കണ്ടോ? ഇത് തലയാണെന്ന് തോന്നുന്നു. തല പോലെ ഉണ്ട്. വെച്ച് നോക്കാം. നോക്കിക്കേ, ഇത് ഏത് പക്ഷിയാണ്? മൂങ്ങ. ഔൾ. ഔൾ. ഹൂ 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 ഹൂ. ഇത് ഏത് പക്ഷിയാണ്? മൂങ്ങ. സൂപ്പർ. താങ്ക് യു. നിങ്ങളാണ് ഇതെന്നെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. താങ്ക് യു. ദേ നോക്കിക്കേ, ഇത് കണ്ടോ നിങ്ങള്? വാവ്,
ഒത്തിരി പ്രാവുകളുണ്ടല്ലോ. നോക്കിക്കേ, എന്തോരം പ്രാവുകളല്ലേ. വാവ്! ഈ പ്രാവുകൾ എന്തുവാ ചെയ്യുന്നത്? പ്രാവുകൾ എന്തോ കൊത്തി 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 തിന്നുവാ അല്ലേ? പ്രാവുകൾ വേഗത്തിൽ ഇങ്ങനെ കൊത്തി 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 തിന്നോണ്ടിരിക്കുവാ അല്ലേ? നല്ല രസമുണ്ടല്ലേ പ്രാവുകൾ കൊത്തി കൊത്തി തിന്നുന്നത് കാണാൻ. ദേ നോക്കിക്കേ, ഈ പ്രാവിനെ കണ്ടോ നിങ്ങള്? ഈ പ്രാവിന്റെ നിറം എന്താ? വെള്ള. ഈ പ്രാവിന്റെ നിറം എന്താ? വെള്ള. പണ്ടൊക്കെ സന്ദേശങ്ങൾ കൈമാറാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത് പ്രാവുകളാണ്. പ്രാവിന്റെ കളർ എന്താ? വൈറ്റ്. ഈ പ്രാവിന്റെ കളർ എന്താ? വൈറ്റ്. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. കൊള്ളാം കുഞ്ഞെ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാൻ അങ്ങോട്ടേക്കില്ലിപ്പോൾ വാനം നോക്കി പോകുന്നു. ഇനി നമുക്കൊന്നും കൂടെ പാടിയാലോ? പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. കൊള്ളാം കുഞ്ഞെ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാൻ അങ്ങോട്ടേക്കില്ലിപ്പോൾ വാനം നോക്കി പോകുന്നു. ഇതേത് പക്ഷിയുടെ ശബ്ദമാണ്? കുയിൽ. ഇത് കുയിലിന്റെ പാട്ടാണല്ലോ. കുയിൽ എങ്ങനെയാ പാടുന്നത്? എന്റെ കൂടെ കാണിച്ച എല്ലാരും കുയിൽ എങ്ങനെയാ പാടുന്നത്? കുയിൽ കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടാറ്. മുട്ട കാണുമ്പോൾ കാക്ക കരുതും അത് തന്റെ മുട്ടയാണെന്ന്. എന്നിട്ടോ മുട്ട വിരിഞ്ഞ് കുഞ്ഞിക്കുയിൽ പുറത്തു വരുമ്പോഴാണ് കാക്ക മനസ്സിലാക്കുന്നത് കുയില് തന്നെ പറ്റിച്ചൂന്ന്. നമ്മളെല്ലാരും വീടുകളിലാണ് താമസിക്കാറ്. പക്ഷികളോ, ബേർഡ്സ് എവിടെയാണ് താമസിക്കുന്നത്? ബേർഡ്സ് കൂട്ടിലാണ് താമസിക്കുന്നത്. ഇതാരാന്ന് കണ്ടോ നിങ്ങള്? ഇതാണ് നീലപ്പൊന്മാൻ, കിങ്ഫിഷർ. കിങ്ഫിഷർ കണ്ടോ നിങ്ങൾ? എന്ത് ഭംഗിയല്ലേ കിങ്ഫിഷറിനെ കാണാൻ. നിങ്ങൾ കിങ്ഫിഷറിനെ കണ്ടിട്ടുണ്ടോ? വെള്ളമുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലും കിങ്ഫിഷറിനെ കാണാറ്. കിങ്ഫിഷറിന്റെ നിറം എന്താ? നീല. കിങ്ഫിഷറിന്റെ നിറം എന്താ? നീല. കിങ്ഫിഷറിന്റെ കളർ എന്താ? ബ്ലൂ. കിങ്ഫിഷറിന്റെ കളർ എന്താ? ബ്ലൂ. കിങ്ഫിഷറിന്റെ ചുണ്ട് കണ്ടോ നിങ്ങള്? നല്ല നീളമുള്ള ചുണ്ടാ അല്ലേ? കിങ്ഫിഷറിന്റെ ചുണ്ട് കണ്ടോ? നമ്മള് അതിനെ ബീക്ക് എന്ന് പറയും. കിങ്ഫിഷറിന്റെ ബീക്ക്. കിങ്ഫിഷറിന്റെ ബീക്ക് കണ്ടോ നിങ്ങൾ? നല്ല രസമുണ്ടല്ലേ കിങ്ഫിഷറിന്റെ ബീക്ക് കാണാൻ. കൂട്ടുകാരെ പറയൂ, ഈ മരത്തിൻ കൊമ്പിൽ എത്ര കിളികളുണ്ട്? ഒന്ന്. അത് ഒന്ന്. കൂട്ടുകാരെ പറയൂ, ഈ മരത്തിൻ കൊമ്പിൽ എത്ര കിളികളുണ്ട്? രണ്ട്. അത് രണ്ട്.
കൂട്ടുകാരെ പറയൂ, ഈ മരത്തിൻ കൊമ്പിൽ എത്ര കിളികളുണ്ട്? 3, അത് 3. കൂട്ടുകാരെ പറയൂ, ഈ മരത്തിൻ കൊമ്പിൽ എത്ര കിളികളുണ്ട്? 4, അത് 4. കൂട്ടുകാരെ പറയൂ, ഈ മരത്തിൻ കൊമ്പിൽ എത്ര കിളികളുണ്ട്? 5, അത് 5. ദേ നോക്കിക്കേ, ഇത് കണ്ടോ നിങ്ങള്? ഇതൊരു ബേർഡിന്റെ പകുതിയാണല്ലോ. നമ്മൾ എല്ലാവരും ചേർന്ന് ബേർഡ് എന്ന് പറഞ്ഞാൽ ഈ ബേർഡ് കംപ്ലീറ്റ് ആവും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ബേർഡ് എന്ന് പറഞ്ഞാലോ? എല്ലാവരും എന്റെ കൂടെ പറഞ്ഞേ, ബേർഡ്. എല്ലാവരും എന്റെ കൂടെ പറഞ്ഞേ, ബേർഡ്. ഒന്നും കൂടെ പറഞ്ഞേ, ബേർഡ്. ദേ നോക്കിക്കേ, ദാ ഈ ബേർഡ് കംപ്ലീറ്റ് ആയി. വാവ്, നല്ല ഭംഗിയുണ്ടല്ലേ ഈ ബേർഡിനെ കാണാൻ? ദാ ഇതാണ് ഫ്ലെമിംഗോ. ഫ്ലെമിംഗോയുടെ നിറം എന്താണ്? പിങ്ക്. പിങ്ക്. ഫ്ലെമിംഗോയുടെ നിറം എന്താണ്? പിങ്ക്. നോക്കി, ഫ്ലെമിംഗോ ഒറ്റക്കാലിൽ നിൽക്കുന്നത് കണ്ടോ? നമുക്ക് ഫ്ലെമിംഗോ നിൽക്കുന്നത് പോലെ ഒറ്റക്കാലിൽ നിന്നാലോ? ദാ ഇങ്ങനെ. സാരമില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്യാം. എന്റെ കൂടെ എല്ലാരും ചെയ്ത് നോക്കിക്കേ. നിങ്ങക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഈ ബേർഡിനെ കണ്ടോ നിങ്ങള്? വാവ്, എന്ത് ക്യൂട്ടല്ലേ കാണാൻ. നോക്കിക്കേ, എന്ത് ചെറിയ ബേർഡാ അല്ലേ? നോക്കിക്കേ, എന്ത് ചെറിയ ബേർഡാ ഇത്. ഇതാണ് കാടക്കോഴി. കാടക്കോഴി. ക്വെയിൽ. ക്വെയിൽ. ഇത് നോക്കിക്കേ, എന്ത് ചെറിയ ക്യൂട്ട് ബേർഡാണല്ലേ? നല്ല രസമുണ്ടല്ലേ കാടക്കോഴിയെ കാണാൻ? ഇതെന്താ നിങ്ങൾക്കറിയാമോ? ഇത് കാടക്കോഴിയുടെ മുട്ടയാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്? കാടമുട്ട. നല്ല രുചിയാ കാടമുട്ട കഴിക്കാൻ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കാടമുട്ട? നല്ല രുചിയാ കാടമുട്ട കഴിക്കാൻ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കാടമുട്ട? നോക്കിക്കേ, എന്ത് രസമല്ലേ? കുഞ്ഞു 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 മുട്ടകള്. കിയോം കിയോം കുരുവി ഞാനൊരു കിയോം കിയോം കോ. ചിറകൊടിഞ്ഞ കുരുവി ഞാനൊരു കിയോം കിയോം കോ. കിയോം കിയോം കുരുവി ഞാനൊരു കിയോം കിയോം കോ. ചിറകൊടിഞ്ഞ കുരുവി ഞാനൊരു കിയോം കിയോം കോ. പ്ലാവ് മരമേ ചെറിയ കുരുവിക്ക് മഴക്കാലത്ത് തണലൊരുക്കാനിടം തരുമോ നീ? ഞാൻ തരില്ല ചെറിയ കുരുവിക്ക് മഴക്കാലത്ത് തണലൊരുക്കാനിടം തരില്ല ഞാൻ. കിയോം കിയോം കുരുവി ഞാനൊരു കിയോം കിയോം കോ. ചിറകൊടിഞ്ഞ കുരുവി ഞാനൊരു കിയോം കിയോം കോ. മാവ് മരമേ ചെറിയ കുരുവിക്ക് മഴക്കാലത്ത് തണലൊരുക്കാനിടം തരുമോ നീ? ഞാൻ തരില്ല ചെറിയ കുരുവിക്ക് മഴക്കാലത്ത് തണലൊരുക്കാനിടം തരില്ല ഞാൻ. കിയോം കിയോം കുരുവി ഞാനൊരു കിയോം കിയോം കോ. ചിറകൊടിഞ്ഞ കുരുവി ഞാനൊരു കിയോം കിയോം കോ. നെല്ലി മരമേ ചെറിയ കുരുവിക്ക് മഴക്കാലത്ത് തണലൊരുക്കാനിടം തരുമോ നീ? ഞാൻ തരില്ല ചെറിയ കുരുവിക്ക് മഴക്കാലത്ത് തണലൊരുക്കാനിടം തരില്ല ഞാൻ. കിയോം കിയോം കുരുവി ഞാനൊരു കിയോം കിയോം കോ.
ചിറകൊടിഞ്ഞ കുരുവി ഞാനൊരു കിയോം കിയോം കോം. വാഴച്ചെടി വാഴച്ചെടി ചെറിയ കുരുവിക്ക് മഴക്കാലത്ത് തണലൊരുക്കാനിടം തരുമോ നീ? ഞാൻ തരാമേ ചെറിയ കുരുവിക്ക് മഴക്കാലത്ത് തണലൊരുക്കാനിടം തരാമേ ഞാൻ. കിയോം കിയോം കുരുവി ഞാനൊരു കിയോം കിയോം കോ. ചിറകൊടിഞ്ഞ കുരുവി ഞാനൊരു കിയോം കിയോം കോ. കാറ്റു വന്നു കോളു വന്നു മഴ പെയ്തല്ലോ. അയ്യോ നമ്മുടെ പ്ലാവ് മരം താഴെ വീണല്ലോ. കാറ്റു വന്നു കോളു വന്നു മഴ പെയ്തല്ലോ. അയ്യോ നമ്മുടെ മാവ് മരം താഴെ വീണല്ലോ. കാറ്റു വന്നു കോളു വന്നു മഴ പെയ്തല്ലോ. അയ്യോ നമ്മുടെ നെല്ലി മരം താഴെ വീണല്ലോ. കാറ്റു വന്നു കോളു വന്നു മഴ പെയ്തല്ലോ. നന്മ ചെയ്ത വാഴച്ചെടി താഴെ വീണില്ല.